അങ്കമാലിക്കാരുടെ സ്പെഷ്യൽ മാങ്ങാക്കറി ഞാൻ ഇന്ന് കോഴിക്കോടേക്ക് കൊണ്ടുവന്നിട്ട് കോഴിക്കോട് മാങ്ങാക്കറി ആക്കാൻ പോവാ. നല്ല ടേസ്റ്റുള്ളൊരു മാങ്ങാക്കറി അല്ലേ. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനു മുമ്പേ. പക്ഷെ ഇന്ന് നല്ല മാങ്ങ, ഇതിനെന്താ പറയുക, സേലം മാങ്ങയോ ചേലം മാങ്ങയോ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇത് എനിക്ക് കിട്ടിയപ്പോഴത്തേനും ഞാനൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വെച്ച്. ലീലേച്ചി പറയുന്നു ചേലം മാങ്ങയെന്നാണ് പറയുന്നതെന്ന്, പക്ഷേ ചേട്ടൻ പറയുന്നു സേലം മാങ്ങയെന്ന്. എന്തായാലും ഇതാണ് സാധനം. അധികം പുളിയില്ലാത്ത മാങ്ങയാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാനിതൊന്ന് ഉണ്ടാക്കാമെന്ന് വെച്ചത്. നമുക്ക് എന്തായാലും ഒരെണ്ണം എടുത്തിട്ട് ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുക്കാം. ബാക്കിയുള്ള ചേരുവകളൊക്കെ ഇവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇഞ്ചി, പിന്നെ മല്ലിപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് വിനാഗിരി, കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ 1-ാം പാല് 2-ാം പാല്, ഇതൊക്കെ തന്നെ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. ആദ്യം തന്നെ മാങ്ങയെന്ന് തൊലി കളയാം. ഒരു മാങ്ങ നോക്കട്ടെ, ഇച്ചിരി ഒന്ന് തിന്ന് നോക്കാവേ. പുളി കൂടുതലുള്ളതാണെങ്കിൽ ഒരു മാങ്ങ മതി. പാകത്തിനുള്ള പുളിയൊക്കെ ഉണ്ട്, ഒരു മാങ്ങ മതി. അപ്പോൾ നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. ഒരു മാങ്ങ എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇതാ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പും കൂടെ, കുറച്ച് ഉപ്പും കൂടെ എടുത്തിട്ട് നമുക്കൊന്ന് പുരട്ടി അങ്ങനെ വെച്ചേക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പുളിയുടെ അനുസരിച്ച് വേണം മാങ്ങ എടുക്കാൻ. ഇതിപ്പോൾ എനിക്ക് ഇത്രയും പുളി മതി, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഒരു മൺചട്ടി എടുത്തു, അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ഒരു സവോള, പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, പിന്നെ നമുക്ക് നമ്മുടെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് തട്ടിക്കൊടുത്തു. ഇനി ഇതിലേക്ക് വേണ്ടിയത് ഇതാ വിനാഗിരി ഒരു 1/2 സ്പൂൺ, കുറച്ച് മാങ്ങയിലേ ഉള്ളൂ, 1 സ്പൂൺ വെളിച്ചെണ്ണ, നന്നായിട്ട് അങ്ങോട്ട് ഞെരടാം. എന്താ പറയുക, പീച്ചുക. ഇതിലാണ് അതിൻ്റെ ഒരു പരിപാടി, ഇതാണ് പറയുന്നത് കേട്ടോ. നല്ല പോലെ ഞെരടി സെറ്റാക്കണം. നല്ല പോലെ ഞെരടിയിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, കുറച്ചല്ലേ കറി ഉണ്ടാക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മുടെ മാങ്ങയും കൂടി അങ്ങ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തേക്കാം. ഇനിയും നമ്മൾ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. സ്റ്റൗവൊക്കെ അങ്ങ് ഓൺ ചെയ്തു, ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ മാങ്ങാക്കറി ഒന്ന് നോക്കണ്ടേ വെന്തോന്ന്. മാങ്ങയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാലേ ഇങ്ങനെ തന്നെ കൂട്ടാൻ നല്ല രസമാണ്. ഇനിയില്ലേ, തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് 1-ാം പാൽ ഒഴിക്കുവാണേ. ഉണ്ടോ, അടിപൊളി ഒരു കറിയാണ് കേട്ടോ. ചെറുതായിട്ട് തിള വരുമ്പോൾ ഒരു വറവും കൂടെ ഇട്ടാൽ മതി. ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. ലേശം ഉപ്പും കൂടെ വേണേ. ആ സമയം കൊണ്ട് നമ്മളൊരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് അരിഞ്ഞതാണ്. ചെറുതായിട്ട് തിള വന്നപ്പം സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തു. നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇടാം. കറിയിലോട്ട് ഇതങ്ങ് ഒഴിച്ചേക്കാം. അങ്കമാലിക്കാരുടെ മാങ്ങാക്കറി അടിപൊളിയാട്ടോ, സൂപ്പറാണ്. ഒരു മീൻ വറുത്തവും കൂടെ ഉണ്ടെങ്കിൽ ചോറുണ്ടാൻ അതുമാത്രം മതി കേട്ടോ. അപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കും, ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ നല്ല മാങ്ങ കിട്ടുമ്പോൾ, നല്ല ചെനച്ച മാങ്ങയൊക്കെ ആണെങ്കിൽ അതിലും ഒന്നുകൂടെ പൊളിക്കും. കിട്ടുവാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ.
ഇത് കുറേ നാൾ മുമ്പ് ഇങ്ങനെ എല്ലാവരും ചെയ്തതാണെങ്കിലും പിന്നെ ചെയ്യാൻ അത്ര ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സൂപ്പർ, ഒന്നും പറയാനില്ല. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.